ഈജിപ്തിൽ 191 ചർച്ചുകൾക്ക് കൂടി രജിസ്ട്രേഷൻ ലഭിച്ചു. കെയ്റോ, ഈജിപ്തിൽ 191 ചർച്ചുകൾക്കും ചർച്ചുകളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കും ഈജിപ്ത് സർക്കാർ നിയമപരമായ ലൈസൻസ് അനുവദിച്ചു. പ്രധാനമന്ത്രി മുസ്തഫ മദ്ബോലിയുടെ നേതൃത്വത്തിലുള്ള ലൈസൻസിംഗ് കമ്മിറ്റി ഏപ്രിൽ 16 30 മദ്ബാച്ച് അപേക്ഷകൾക്കുള്ള അനുമതി നൽകി. ഇതോടെ ആകെ ലഭിച്ച 415 പുതിയ അപേക്ഷകളിൽ 3804 എണ്ണം രജിസ്ട്രേഷനുകൾക്ക് അംഗീകാരം ലഭിച്ചു. സർക്കാർ അംഗീകാരം നേടുന്നതിന് പള്ളികൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുകയും ഘടനാപരവും സുരക്ഷാപരവുമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. ലൈസൻസിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച 2017 മുമ്പ് ഈജിപ്തിൽ പള്ളികൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. പതിനായിരക്കണക്കിന് ചർച്ചുകൾ ഇപ്പോഴും നിയമപരമായ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർ രഹസ്യമായി ആരാധിക്കുന്ന നൂറുകണക്കിന് രഹസ്യ കേന്ദ്രങ്ങളുണ്ട്. അവ വീടുകളിലോ അജ്ഞാത കേന്ദ്രങ്ങളിലോ ആണ്. ഈജിപ്തിൽ 191 ചർച്ചുകൾക്ക് കൂടി രജിസ്ട്രേഷൻ ലഭിച്ചു. കെയ്റോ, ഈജിപ്തിൽ 191 ചർച്ചുകൾക്കും ചർച്ചുകളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കും ഈജിപ്ത് സർക്കാർ നിയമപരമായ ലൈസൻസ് അനുവദിച്ചു. പ്രധാനമന്ത്രി മുസ്തഫ മദ്ബോലിയുടെ നേതൃത്വത്തിലുള്ള ലൈസൻസിംഗ് കമ്മിറ്റി ഏപ്രിൽ 16 30 മദ്ബാച്ച് അപേക്ഷകൾക്കുള്ള അനുമതി നൽകി. ഇതോടെ ആകെ ലഭിച്ച 415 പുതിയ അപേക്ഷകളിൽ 3804 എണ്ണം രജിസ്ട്രേഷനുകൾക്ക് അംഗീകാരം ലഭിച്ചു. സർക്കാർ അംഗീകാരം നേടുന്നതിന് പള്ളികൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുകയും ഘടനാപരവും സുരക്ഷാപരവുമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. ലൈസൻസിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച 2017 മുമ്പ് ഈജിപ്തിൽ പള്ളികൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. പതിനായിരക്കണക്കിന് ചർച്ചുകൾ ഇപ്പോഴും നിയമപരമായ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർ രഹസ്യമായി ആരാധിക്കുന്ന നൂറുകണക്കിന് രഹസ്യ കേന്ദ്രങ്ങളുണ്ട്. അവ വീടുകളിലോ അജ്ഞാത കേന്ദ്രങ്ങളിലോ ആണ്.